ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന നിക്ഷേപ മാർഗമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉപകാരപ്പെടുന്ന മറ്റൊരു വസ്തു ഇല്ലെന്ന് തന്നെ പറയാം. സാധാരണക്കാരായ ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടാവും. ഇന്ന് ക്രെഡിറ്റ് ആൻഡ് കെയറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗോൾഡ് ലോണിനെ കുറിച്ചാണ്. എനിക്കിപ്പം ഭയങ്കരമായിട്ടൊരു സാമ്പത്തിക പ്രതിസന്ധി വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള ഗോൾഡ് പണയം വെക്കാമെന്ന്. ഈ ഒരു സമയത്ത് ഞാൻ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം സ്വർണം എന്ന് പറയുന്നത് വെറും ഒരു ലോഹം മാത്രമല്ല, അതൊരു വികാരമാണ് വാസ്തവത്തിൽ. നമ്മുടെ ചിലപ്പം ഒരു ചുവട് ഓർമ്മകളുടെ ഒരു നിക്ഷേപം കൂടിയാണ്. അപ്പം സാധാരണ ഒരു പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ മറ്റൊരു ഹോം ലോൺ പോലെ നമ്മൾ ചിലപ്പം ഗോൾഡിന് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഗോൾഡ് കുറച്ചും കൂടി ഇമോഷണലാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണെന്നതിനൊരു കണക്ക് പറഞ്ഞുതരാം. ഇന്ത്യൻ ഈ സ്വർണ്ണ വായ്പാ വിപണി 2027 15 ലക്ഷം കോടിയായിട്ട് മാറും. അത്രമാത്രം വലിയൊരു വിപണിയാണ്, സ്വർണ്ണ വായ്പാ വിപണിയാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. സ്വാഭാവികമായിട്ടും തിരിച്ചടയ്ക്കാത്ത ലോണുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണവും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു മറുഭാഗത്ത് നടക്കുന്നുണ്ട്. വലിയ വിപണിയാണ്, വളർന്നു വരുന്ന വിപണിയാണ്. ഒരുപക്ഷെ കേരളത്തിലെ കമ്പനികളായിരിക്കും ഇന്ത്യയിൽ മുഴുവൻ ആധിപത്യം നിലനിർത്തുന്നതും കേരളത്തിലെ കമ്പനികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ലോൺ എടുക്കുമ്പോൾ, ഗോൾഡ് ലോൺ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ പറയാം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ലോൺ ടു വാല്യൂ എത്രയാണെന്ന് അറിയണം. ലോൺ ടു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിലുള്ള സ്വർണ്ണത്തിന് മാർക്കറ്റിൽ ഇപ്പോൾ എത്രയാണോ പ്രൈസ്, അതിൻ്റെ എത്ര മാത്രമാണ് ഈ ബാങ്ക് അല്ലെങ്കിൽ ഈ ധനകാര്യ സ്ഥാപനം എനിക്ക് ലോൺ തരാൻ പോകുന്നത് എന്ന ബോധ്യം വ്യക്തമായിട്ട് വേണം. സാധാരണയായിട്ട് 75% മാത്രമാണ് കൊടുക്കുക, 75%ഒക്കെയാണ് കൊടുക്കുക. അപ്പോൾ ഒരു പവൻ സ്വർണത്തിൻ്റെ വില, അപ്പോഴത്തെ മാർക്കറ്റ് വിലയുടെ 75% മാത്രമാണ് നമുക്ക് എന്ത് തരുന്നത്, വായ്പ തരുന്നത്. പിന്നെയോ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആണോ അതോ ഫ്ലോട്ടിംഗ് ആണോ? ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് 10% ഇൻട്രസ്റ്റ് എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ലോൺ കാലാവധി തീരുന്നവരെ 10%. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ, ഇന്ന് റിസർവ് ബാങ്ക് നിരക്ക് കൂട്ടി. അപ്പോൾ നിരക്ക് കൂട്ടുമ്പോൾ ഇവരും കൂട്ടും, അടിസ്ഥാന നിരക്ക് കൂടുമ്പോൾ ഇവരും കൂട്ടും. ഫ്ലോട്ടിംഗ് ആണോ അല്ലെങ്കിൽ ഫിക്സഡ് ആണോ എന്ന വ്യക്തമായ ബോധ്യം നമുക്ക് വേണം. കൂടാതെ ചില ധനകാര്യ സ്ഥാപനങ്ങൾ ഇത് കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി ഇത് മന്ത്ലിയൊക്കെ പറയും. ഉദാഹരണത്തിന് 12% വാർഷിക പലിശ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം സ്വാഭാവികമായിട്ട് പലിശയെല്ലാം പറയുക വർഷത്തിൻ്റെ കണക്കിലാണ്. പക്ഷേ ഒരു ബാങ്ക് പറയുകയാണ് ക്രിസ്റ്റീനയോട് 1% പലിശയ്ക്ക് ലോൺ തരാം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റീന പക്ഷേ ഈ 1% മാസത്തിലായിരിക്കും, അവൻ 12% തന്നെയായിരിക്കും. അപ്പം ഒരുപക്ഷെ ക്രിസ്റ്റീന അതിൽ ഈ ഒരു പ്രലോഭനത്തിൽ വീഴും. കാരണം എന്താ, 1% പലിശയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ അവിടെ റിയലി 12% പലിശയുണ്ട്. അപ്പോൾ നമ്മളിത് വാർഷിക പലിശയാണോ അല്ലെങ്കിൽ മന്ത്ലി പലിശയാണോ വ്യക്തമായിട്ട് ചോദിക്കണം. ചിലപ്പം ഈ ചില ബാങ്കുകളൊക്കെ 2% പലിശയ്ക്ക് ലോൺ എന്നൊക്കെ പറയും. നമ്മൾ പരസ്യം കണ്ട് പോകുമ്പോഴാണ് അറിയുന്നത് ഇത് നമ്മൾ വാർഷിക പലിശയാണ്, നമ്മൾ 6 മാസത്തിനാണ് വെക്കുന്നതെങ്കിൽ അത്ര 2% ഓരോ മാസം എടുത്ത് പോകുന്നതെന്ന് മാത്രം. അപ്പോൾ നമ്മൾ 24% പലിശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. പിന്നെ മൂന്നാമത്തത്, നമ്മൾ ലോൺ എടുക്കുന്നതിൻ്റെ കാലാവധി, അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം വേണം. കാരണം ഈ ഓരോ ഗോൾഡ് ലോണും ഒരു എഗ്രിമെൻ്റാണ്. നമ്മളൊരു നിശ്ചിത കാലയളവിനാണ് പണം എടുക്കുന്നത്. ഈ കാലാവധി തെറ്റിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അവർക്ക് തോന്നിയ പോലെയാണ്. ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, ആ അടവ് അല്ലെങ്കിൽ ആ സമയത്തിന് അടച്ചിട്ടില്ലെങ്കിൽ വരുന്ന പലിശ കൂടുതലായിരിക്കും. അതുപോലെ ഗോൾഡ് ലോണിനും ഇത്തരം പെനാൽറ്റി ഇൻട്രസ്റ്റുകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ടെനറിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം വേണം. പിന്നെയോ നമ്മളിതിൻ്റെ റീപേയ്മെൻറ്റ് എങ്ങനെയാണ് അടയ്ക്കുക എന്ന് പറയുന്ന ഒരു ധാരണയും നമുക്ക് വേണം. ചില ബാങ്കുകൾ പലിശയും മുതലും കൂടി നിശ്ചിത മാസം കൊണ്ട് ഹരിച്ചിട്ട് എല്ലാ മാസവും ഇത്ര അടച്ചാൽ മതി എന്ന് പറയും. EMI മെത്തേഡ് എന്ന് പറയും. ഇത് നല്ലൊരു മെത്തേഡാണ്. കാരണം നമുക്ക് മാസത്തിൽ ശമ്പളം കിട്ടുന്നവർക്കെല്ലാം ഈ ഒരു മെത്തേഡ് പോകുന്നതാണ് വളരെ നല്ലത്. അല്ലെങ്കിൽ ചിലർ പറയും നിങ്ങൾ പലിശ മാത്രം മാസം അടച്ചു പോയാൽ മതി. ഉദാഹരണത്തിന് ക്രിസ്റ്റീനയ്ക്ക് 1 ലക്ഷം രൂപ ലോൺ തരുന്നു ഗോൾഡ് വെച്ചിട്ട്, അതിൽ എത്രയാണോ ഒരു മാസത്തേക്ക് പലിശ വരുന്നത് അത് മാത്രം അടച്ചു പോയാൽ മതി. എപ്പോഴാണോ 1 ലക്ഷം തിരിച്ചടയ്ക്കേണ്ടത് അപ്പോൾ ആ 1 ലക്ഷം തിരിച്ചടച്ചാൽ മതി എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കുന്ന ഒരു പദ്ധതിയുണ്ട്. പിന്നെ ബുള്ളറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 വർഷത്തേക്കാണ് ലോൺ എടുത്തത്, 1 വർഷം കഴിഞ്ഞിട്ട് മുതലും അതിന് പലിശയും കൂടി അടയ്ക്കുക. എന്നിട്ട് ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗോൾഡ് എടുത്ത് പോരുകയും ചെയ്യാം. പിന്നെ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത്
പാർഷ്യൽ പേയ്മെൻറ്റ് നടത്താം. എപ്പോൾ വേണമെങ്കിലും പോയിട്ട് കൃഷിക്ക് എന്ത് ചെയ്യാം, 1 ലക്ഷം എടുത്തതിൽ 10,000 അടയ്ക്കാം, 20,000 അടയ്ക്കാം, അങ്ങനെ പാർഷ്യൽ പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ചില ബാങ്കുകൾ പ്രീപേ നടത്താനും സമ്മതിക്കും, ചില ധനകാര്യ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓരോ പേയ്മെൻറ്റ് മെക്കാനിസം എന്താണ്, എന്ത് പേയ്മെൻറ്റ് മെക്കാനിസത്തിലാണ് ഞാൻ ഈ ലോൺ എടുത്തിരിക്കുന്നതെന്ന ബോധ്യം നമുക്ക് വേണം. ഇനി പ്രീപേ ആണെങ്കിൽ അതിനെന്തെങ്കിലും പെനാൽറ്റി വാങ്ങുമോ, ഇത്തരം എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചോദിക്കണം. പലപ്പോഴും എന്താ, ഗോൾഡ് ലോൺ എങ്ങനെയാണ് നമ്മൾ എടുക്കുക, ഒരു അത്യാവശ്യം വരും, നമ്മൾ പോയിട്ട് ഗോൾഡ് അവിടെ വെച്ച് കൊടുക്കും, എന്നിട്ട് അതിന് പൈസ വാങ്ങി പോരും. ഇത് എന്ത് സ്കീമിലാണ്, എന്താണ് ഇതിൻ്റെ കാലാവധി, എത്രയാണ് ഇൻട്രസ്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ സാധാരണക്കാർ അത്ര ബോധവാന്മാരായിരിക്കില്ല. അപ്പോൾ നമ്മൾ പക്ഷേ എന്ത് ചെയ്യണം, ഒരു ലോൺ എടുക്കാൻ പോകുമ്പം ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ലോൺ ടു വാല്യൂ എത്രയാണ് ആ ധനകാര്യ സ്ഥാപനം ഓഫർ ചെയ്യുന്നതെന്നും, ഇൻട്രസ്റ്റ് റേറ്റ് എത്താണ്, അത് ഫിക്സിംഗ് ആണോ, ഫ്ലോട്ടിംഗ് ആണോ, മന്ത്ലി ആണോ, ആനുവലി ആണോ എന്ന കാര്യങ്ങളും, പിന്നെയോ എത്ര കാലാവധിക്കാണ് ഈ ലോൺ തന്നിരിക്കുന്നതെന്നും, ഏത് രീതിയിലാണ് ഇത് തിരിച്ചടയ്ക്കേണ്ടതെന്നും നമുക്ക് വ്യക്തമായിട്ട് ബോധ്യം വേണം. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തിരിച്ചടവിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണക്കാർ ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ പറയും പ്ലാൻ ബിഫോർ യു പ്ലെഡ്ജ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ചില വർക്കുകളൊക്കെ നടക്കണം. അതെന്താണ്? ആ വർക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 1 ലക്ഷം ലോൺ എടുത്ത് കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും ഗോൾഡ് ലോൺ വയ്ക്കുമ്പോൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. പേഴ്സണൽ ലോൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഹോം ലോൺ എടുക്കുമ്പോഴോ നമ്മൾ തിരിച്ചടവിനെ കുറിച്ച് കുറേ കൂടി ശ്രദ്ധിക്കും. പക്ഷേ ഗോൾഡ് ലോൺ എടുക്കുന്നവർ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇതെങ്ങനെ തിരിച്ചടയ്ക്കുന്നവർ ആലോചിക്കില്ല. അവരെന്ത് ചെയ്യും, പൈസ കിട്ടി, ഇനി എപ്പോഴും പൈസ കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കാം എന്ന് മാത്രമേ ആലോചിക്കുള്ളൂ. പക്ഷേ ഒരു നല്ല സാമ്പത്തികമായ പ്ലാനിങ്ങോട് കൂടി പോകുന്ന ഒരാൾ ഒരു ഗോൾഡ് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അധികപക്ഷവും ചെറിയ കാലാവധിക്കുള്ളിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും ഗോൾഡ് ലോൺ എങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് വ്യക്തമായ ധാരണയില്ല, നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് മന്ത്ലി മാത്രമേ തിരിച്ചടയ്ക്കാൻ പറ്റൂ, നമുക്ക് ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വ്യക്തമായൊരു പ്ലാനിങ് വെക്കണം. എങ്ങനെ EMI വെച്ച് ഇത് എനിക്ക് അടയ്ക്കാൻ പറ്റും, ഒരു മാസം മാക്സിമം എനിക്ക് എത്ര EMI അടയ്ക്കാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ട് എന്ന കാര്യം പരിഗണിച്ചിട്ട് വേണം നമ്മൾ ലോൺ വയ്ക്കാൻ. പിന്നെ അതുകൂടാതെ നമുക്കറിയാം, പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പം നമ്മുടെ ഫാമിലിയിൽ ചില എമർജൻസികൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ ഈ EMI അടയ്ക്കാനുള്ള ഒരു ബഫർ ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. ഇത്തരം ഒരു ലോൺ എടുക്കുമ്പം ഈ ബഫർ ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം പണത്തിന് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഗോൾഡ് പോലും പോയി വെച്ചിരിക്കുന്നത്. പിന്നെ ബഫർ ഫണ്ട് വയ്ക്കുക. ബഫർ ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഏത് സാഹചര്യത്തിലും നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് വേണം. EMIയുടെ കാര്യത്തിലാണെങ്കിലും ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കയ്യിലൊരു എമർജൻസി ഫണ്ട് വേണം. പിന്നെ നമുക്ക് അത്ര വലിയ കോൺഫിഡൻസ് നമ്മളെക്കുറിച്ച് ഇല്ലെങ്കിലും, അല്ലെങ്കിൽ കൂടുതൽ സുതാര്യമായ അല്ലെങ്കിൽ കൂടുതൽ ശാസ്ത്രീയമായിട്ട് പണം കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാ മാസവും നിങ്ങൾ 1 ലക്ഷം ലോൺ എടുക്കുന്നു, എല്ലാ മാസവും 10,000 രൂപ വെച്ച് എൻ്റെ ബാങ്കിൽ നിന്ന് പോയിക്കോട്ടെ എന്ന്, നിങ്ങൾക്കൊരു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കോട്ടെ, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ റീപേയ്മെൻറ്റ് സംവിധാനത്തിനെക്കുറിച്ചും ആരോട് സംസാരിക്കാം, നിങ്ങളുടെ ധനകാര്യ സ്ഥാപനത്തിനോട് സംസാരിക്കാം. പിന്നെ പ്രീപേ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഒരു ഗോൾഡ് ലോണുമായിട്ട് മുന്നോട്ട് പോകാൻ. സ്വർണ്ണവിലയിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഈ ലോണിനെ ബാധിക്കുക? നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ, ഈ ലോൺ ടു വാല്യൂ എന്ന് പറയുന്ന LTV എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഉദാഹരണത്തിന് പവന് 60,000 രൂപയുള്ള സമയത്ത് ക്രിസ്റ്റീനയ്ക്ക് 1 പവൻ പ്ലെഡ്ജ് ചെയ്യുന്നു, ക്രിസ്റ്റീനയ്ക്ക് ലോൺ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്റ്റീനയ്ക്ക് ഒരു 43,000-45,000 രൂപയാണ് ലോണായിട്ട് തരുന്നത്. 60,000 രൂപ വിലയുള്ള സമയത്ത് അതിൻ്റെ 75% ക്രിസ്റ്റീനയ്ക്ക് തന്നെന്ന് കരുതുക. സ്വർണ്ണത്തിന് വില കൂടിയാൽ ക്രിസ്റ്റീനയ്ക്ക് വലിയ ചലഞ്ചിങ് ഇല്ല. കാരണം എന്താ, ഈ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ വില ഉയർന്നതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല. സപ്പോസ് ആ വില താഴ്ന്നാലോ, വില താഴ്ന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാങ്ക് നമ്മളെ വിളിക്കും. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി സ്വർണം കൊണ്ടുപോയി അങ്ങോട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് വേണ്ടി കുറച്ച് പണം അടയ്ക്കണം. അപ്പോൾ സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ലോണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പാണെങ്കിൽ റിസ്ക് കുറവാണ്. അപ്പോഴാണ് വേറെ ചിന്തകളൊക്കെ വരുന്നത്, ഗോൾഡിന് എത്ര പ്രൈസ് ഉണ്ട്, അത് എടുത്ത് വിൽക്കാം, എന്നിട്ട് അത്രയും പൈസ അഡീഷണൽ കിട്ടും, ഇങ്ങനെ കുറേ ചിന്തകളൊക്കെ വരും. പക്ഷേ പറഞ്ഞു വരുന്നത്, ഗോൾഡ് ലോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നമ്മൾ ഗോൾഡ് ലോൺ എടുത്ത ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഗോൾഡ് പ്രൈസ് താഴേക്ക് പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പണം അങ്ങോട്ട് കൊണ്ടുപോയി അടയ്ക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്വർണം കൊണ്ടുപോയി വെക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. തിരിച്ചടവ് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? ഏറ്റവും നല്ല മാർഗം, നിങ്ങൾ എവിടെ നിന്നാണോ ലോൺ എടുത്തത് അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുക. ഈ ഗോൾഡ് ലോൺ എടുത്ത ആളുകളുടെ സ്ഥിരം സംവിധാനം എന്താണെന്ന് വെച്ചാൽ, ബാങ്കിൽ നിന്ന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അപ്പം ധനകാര്യ സ്ഥാപനത്തിൽ വിളിച്ച് ഫോൺ എടുക്കാത്തതുകൊണ്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് നോക്കണം. സ്വർണത്തിൻ്റെ വില താഴ്ന്നു പോവുകയാണെങ്കിൽ
അവർ ഏറ്റവും വേഗത്തിൽ അത് വിറ്റ് ഒഴിവാക്കാനേ നോക്കും. കാരണം അവരെപ്പോഴും ഒരു 30% അല്ലെങ്കിൽ 25% മാർജിൻ വെച്ചിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ പോലും ചില സമയത്ത് ഗോൾഡ് പ്രൈസ് കൂടിയിട്ട് ഈ 25% മാർജിൻ അടിച്ചു പോകും. അപ്പം വില കുറയുന്നൊരു സാഹചര്യത്തിൽ അവർ നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉടൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമോഷണലി കണക്റ്റഡായ നിങ്ങളുടെ സ്വർണം എന്നേക്കുമായി നഷ്ടപ്പെടും. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണം വിറ്റ് എത്രയും വേഗം ആ ലോൺ സേഫ് ആക്കാനാണ് അവർ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സുതാര്യമായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ഒന്ന്, നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട ഒരാളുടെ സ്വർണ്ണമായിരിക്കാം. ആ സ്വർണം കൊണ്ടുപോയിട്ട് നമ്മളവിടെ വെച്ച് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വർണം നഷ്ടപ്പെടും. അതൊരു ഭാഗത്ത്. പിന്നെയോ, നമ്മൾ ലോണിൽ വീഴ്ച വരുത്തിയ ഒരാളായി കഴിഞ്ഞാൽ അവിടെ സിബിൽ സ്കോർ എന്ത് ചെയ്യും, താഴേക്ക് ഇറങ്ങും. അപ്പോൾ അത് നമ്മളെ ഒരു ഫിനാൻഷ്യലി നമ്മളെ വീക്കാക്കും. നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ താഴേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഇലമെൻറ്റ് കൂടി നമ്മൾ പരിഗണിക്കണം. പിന്നെ നമ്മൾ ഈ ബാങ്കിലെ മാനേജറോടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ നമുക്ക് പല പല സൊല്യൂഷനും പറഞ്ഞുതരും. അപ്പോൾ ആ സൊല്യൂഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ആക്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ നിയമപ്രകാരമുള്ള നടപടികൾ അതിവേഗം എടുക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ചെറിയ ഇൻട്രസ്റ്റിലുള്ള ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ വലിയ ഇൻട്രസ്റ്റുള്ള ഒരു ഗോൾഡ് ലോണിന് വേണ്ടി പോകരുത്. കാരണം ചില കമ്പനികൾ എന്ത് ചെയ്യും, നമുക്ക് ചില ബാങ്കുകൾ പറയും നിങ്ങൾക്ക് ഒരു പവന് 40,000 രൂപ തരാമെന്ന് പറയും. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ 45,000 തരാമെന്ന് പറയും. അപ്പോൾ നമ്മളെന്തായാലും ഈ ഗോൾഡ് അവിടെ കൊണ്ടുവച്ചിട്ട് 40,000 ഇവിടുന്ന് എടുത്തിട്ട് പിന്നെ 45,000 കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ നോക്കും. അങ്ങനെ ചെയ്യരുത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന സുതാര്യമായ നല്ല ട്രാക്ക് റെക്കോർഡുള്ള സ്ഥാപനങ്ങളിൽ മാത്രം നമ്മൾ സ്വർണം വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ സ്വർണത്തിനേക്കാളും ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വർണം വെച്ച് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ പറ്റും, ഓടിയെടുക്കാൻ പറ്റും. അത്തരം സംവിധാനങ്ങൾ ലഭ്യമാവുന്നവർ അത്തരം സംവിധാനങ്ങൾ നോക്കാൻ പറ്റും. അവിടെ ഗോൾഡ് ഒരു സെക്യൂരിറ്റിയായി നിൽക്കുകയും നമുക്കൊരു ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്ലേ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോഴും റിസ്ക് ഉണ്ട്. സ്വർണത്തിൻ്റെ വാല്യൂ കുറയുമ്പോൾ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ലിമിറ്റിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് അടച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഫിനാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് സംരക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ സിബിൽ സ്കോർ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സ്വർണം എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. അതേസമയം ഗോൾഡ് ലോൺ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവിടെ ഇമോഷണലായിട്ട് കുറേ ഘടകങ്ങൾ കൂടി ചേരുന്നുണ്ട്. നമ്മുടെ വാല്യുബിളായ സ്വർണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ചെറിയ കാലത്തേക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള സൊല്യൂഷൻ തന്നെയാണ് ഗോൾഡ് ലോൺ എന്നാണ് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലായത്. പക്ഷേ ഗോൾഡ് ലോൺ തിരിച്ചടവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കണം. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക.